ഉറങ്ങാൻ നല്ലൊരു സ്ഥലം കിട്ടി കിട്ടോ. ഒറ്റ പൈസയും ചിലവല്ലാണ്ട്. വേണ്ടല്ലേ ഈ കസാലല്ലേ കൂട്ടിയിട്ട് പരം വെക്കുക, ഇവിടെ എടുക്കുക. കുറേ ആൾക്കാർ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിരിക്കും. കുഷനുള്ള നല്ല അടിപൊളി സ്ഥലത്ത് കിടന്നുറങ്ങാം. ചിലപ്പോൾ ഞാനിന്നിവിടെ സ്റ്റേ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ബസ് ഉണ്ടെങ്കിൽ ബോർഡറിലേക്ക് ബസ് കയറി പോകും. അതിപ്പോൾ നടക്കും. ഇത് കുറച്ചുകൂടി വൃത്തിയുള്ള സ്ഥലം കേട്ടോ. അത് ബാങ്കോക്ക് വൃത്തിയില്ലാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി നമുക്കൊരു ഒരു അട്രാക്റ്റീവ്. ഇത് ഇവിടുത്തെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കേട്ടോ. ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രമല്ല, രാത്രി ഞാൻ ഉറങ്ങാൻ കണ്ടു വെച്ചൊരു സ്ഥലം കൂടിയാണ്. കാര്യം ഇത് പബ്ലിക് പ്ലേസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ഗ്രൗണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ എവിടെയെങ്കിലും ക്യാമ്പ് അടിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ അക്കോമഡേഷൻ ലാഭം. പിന്നെ ഡോമെട്രി കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് മാറാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക. അതേപ്പോൾ പോസിബിൾ ആവും. ഗൈസ്, അപ്പോൾ എനിക്ക് പോകേണ്ടത് മിയസോട്ട് എന്ന് പറയുന്ന ബോർഡറിലേക്ക് കേട്ടോ. മിയസോട്ട് തായ്ലൻഡ് മ്യാൻമർ ബോർഡറാണ്. അതിപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ എന്തായാലും എനിക്ക് കാഞ്ചനപുരിയിൽ നിന്ന് ഡയറക്റ്റ് മിയസോട്ടിലേക്ക് പോകാൻ പറ്റൂല. ഞാനെക്കൊണ്ട് ഡയറക്റ്റ് ഇവിടുന്ന് കാഞ്ചനപുരിയിൽ നിന്ന് ബാങ്കോങ്ങിലേക്ക് തന്നെ പോവാം. ബാങ്കോങ്ങിൽ നിന്ന് ബസ് കിട്ടും. മിയസോട്ടിൽ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടെ പിന്നെ ഫുഡിന് ക്ഷാമം ഉണ്ടാവില്ല. തട്ടുകടാണ് മെയിൻ. ഞാനിപ്പോൾ ഇവിടുന്ന് കാഞ്ചനപുരിയിൽ നിന്ന് പോവാം കേട്ടോ. ബാങ്കോങ്ങിൽ തന്നെ പോവാണ്. ഇവിടുന്ന് ഒരു ഓപ്ഷനും ഇല്ല മ്യാൻമറിലേക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു ഫുഡ് വാങ്ങി. ഇനിയിപ്പോൾ എവിടെയും പോയി വെള്ളം വാങ്ങണം. ദെൻ നമ്മൾ വണ്ടി കയറി പോവാം, അത്ര തന്നെ. ഇതൊരു അടിപൊളി സാധനം കേട്ടോ. നോർമലി ഓറഞ്ച് ജ്യൂസാണ്, പക്ഷേ ചെറിയൊരു വിനാഗിരിൻ്റെ ചോയുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ മഴ നോക്കിയില്ല കേട്ടോ, ഞാൻ നടക്കുന്നതാണ്. അപ്പോൾ തിരിച്ചിവിടെ എത്തിയിട്ടോ. മറ്റേ ബാങ്കോങ്ങിൽ തന്നെ എത്തി. വെറുതെ ട്രെയിനിൽ കുറച്ച് യാത്ര ചെയ്യാൻ പറ്റി, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ ബാങ്കോങ് ബസ് സ്റ്റേഷനിൽ എത്തിക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത ബോർഡറിലേക്ക് പോവാം. ഒരു ബോർഡർ ഏതായാലും പോയി കിട്ടൂല, 2 ബോർഡർ പോയിട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മ്യാൻമറിലേക്ക് കയറാൻ നോക്കി ആ ബോർഡർ ക്ലോസ് ചെയ്തു. അതുപോലെ മ്യാൻമറിൽ നിന്ന് തായ്ലൻഡിൽ നിന്ന് ഫെനംറോം വഴി മ്യാൻമറിലേക്ക് കയറാൻ നോക്കി, ആ ബോർഡറും ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത മിയസോട്ടാണ്. മിയസോട്ടിൽ കയറ്റി വിടുമെന്ന് നോക്കണം. അതാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ. പെയ്തിട്ടുണ്ടെങ്കിലും നല്ലോണം ദാഹിക്കുന്നുണ്ട്. ഞാൻ ഈ ബസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടെ ഷോപ്പ് കാണുന്നുണ്ട്. അവിടെ പോയിട്ട് വെള്ളം കിട്ടുമോ എന്തൊന്ന്. ബസ് ചോദിച്ചു. ബസ് നാളെ മോർണിങ്ങിനാണുള്ളത്. ഇപ്പോൾ 10:15 അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഫസ്റ്റ് എനിക്കൊരു എന്തോ ഒരു അനുഭവമാണ്. കാര്യം അവിടെ താഴെ നോക്കിയപ്പോൾ ചെയറോ കാര്യങ്ങളൊന്നുമില്ല. വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് ഇതെന്തോ ഇരുന്നോളൂ എന്ന് പറയുമ്പോൾ അവിടെ ചെയറില്ലാതെ അവിടെ നിലത്തിരിക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനത്തെ ഒരു കേസായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടുത്തെ ബസ് സ്റ്റേഷൻ അടിപൊളിയാട്ടോ. മാത്രമല്ല, ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, തായ്ലൻഡിൽ ട്രെയിനാണ് ചീപ്പ്, ബസ്സല്ലാന്ന്. പക്ഷേ തായ്ലൻഡിൽ ബസ്സാണ് ചീപ്പ്. ട്രാവൽ ചെയ്യാനും അതുപോലെ എല്ലാത്തിനും സുഖവും ബസ് തന്നെയാണ്. ട്രെയിൻ കുറച്ച് എക്സ്പെൻസീവാണ് ബസ്സിന് കമ്പയർ ചെയ്യുമ്പോൾ. നല്ല എയർപോർട്ട് പോലെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നാട് എന്താണാവോ ആവുക. ബസ് സ്റ്റേഷനിലെ വാഷ് ബേസ് ആട്ടോ. വാഷ് ബേസ് അല്ല, ടോയ്ലറ്റ്. എൻ്റെ അമ്മ കമ്പയർ ചെയ്താൽ തീരെയല്ല. ടീഷർട്ട് കൊടുത്താൽ വെള്ളം കിട്ടും കേട്ടോ. സിമ്പിൾ. ഒരു പാടാ കൂടി ഉണ്ട്. ഉറങ്ങാൻ നല്ലൊരു സ്ഥലം കിട്ടി കിട്ടോ. ഒറ്റ പൈസയും ചിലവല്ലാണ്ട്. വേണ്ടല്ലേ ഈ കസാലില്ലേ കൂട്ടിയിട്ട് പരം വെക്കുക, ഇവിടെ എടുക്കുക. കുറേ ആൾക്കാർ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിരിക്കും. കുഷനുള്ള നല്ല അടിപൊളി സ്ഥലത്ത് കിടന്നുറങ്ങാം. നമ്മളെ സാധനങ്ങളൊക്കെ പ്രൊട്ടക്റ്റഡ് ആട്ടോ. ചുറ്റും സെക്യൂരിറ്റി ഉണ്ട്. പാസഞ്ചേഴ്സ് ആയതുകൊണ്ട് നേരം വെളുത്തു കേട്ടോ. സമയം ഒരു 6:30 ആയി. അപ്പോൾ ഇവിടെ 8 മണിക്കാണ് മിയസോട്ടിലേക്കുള്ള ബസ് ഓപ്പൺ ആവുക. അല്ലാണ്ട് തന്നെ ഇപ്പോൾ തിരക്ക് ഏകദേശം നല്ലോണം ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്ന കേട്ടോ. ഇവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്ന് മിയസോട്ടിലേക്ക് ഏകദേശം 452 തായ് ബാത്താണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 1000 റുപ്പീസ്, അറൗണ്ട് 1100 ആ ഒരു റേഞ്ചിൽ.
452 452 ഗൈസ് ടിക്കറ്റ് കിട്ടി 8:30 കേട്ടോ. ഉള്ളിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. 20 ആണ് പ്ലാറ്റ്ഫോം അല്ല, എന്താ പറയുക, ഗേറ്റ് 20 കേട്ടോ പറയുന്നത്. ചെറിയ എന്തെങ്കിലും ഫുഡ് വാങ്ങാമെന്ന് വെച്ചാട്ടോ അങ്ങോട്ട് കയറി. വേറെ എങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് കിട്ടും. എന്താ നെല്ലിക്ക എന്തോ ഒരു സാധനമാണ്, 30 ഭാഗത്തേ ഉള്ളൂ, ചീക്ക. പിന്നത്തെ എന്താ മുന്തിരി ഐറ്റംസ് എന്തുവാണ്.